ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു ഗെയിമായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ നോട്ടീസ് ഫുള്ളും വായിച്ചാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഗൈസ് നമ്മളൊരു കള്ളനാണ്. അപ്പോൾ ഗവൺമെൻറ് നമുക്കൊരു ടാസ്ക് തന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഒരു 3 വാല്യുബിൾ ആയിട്ടൊരു സാധനമുണ്ട്. നമ്മൾ കണ്ടുപിടിച്ച് ഗവൺമെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുറ്റമൊക്കെ അവർ റിമൂവ് ആക്കുമെന്ന് പറയുന്നുണ്ട് ഗൈസ്. അങ്ങനെ എന്താണ് കളി. അപ്പോൾ ഗൈസ് ഈ ഗെയിമിൻ്റെ പേരാണ് ദ ടിൻസ് എന്നാണ് ഗൈസ് ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ നമ്മൾ വിത്ത് ഗസ്റ്റാണ് ഇട്ടേക്കുന്നത് ഗൈസ്. ഈ 3 സംഭവങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡയമണ്ട് ഉണ്ട്, പിന്നെ മൊണാലിസയുടെ പെയിൻറ്റിങ്, പിന്നെ ഒരു ഗോൾഡ് കോയിനാണ് ഗൈസ്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഇഫ് യു പ്ലേ വിത്ത് ഗസ്റ്റ്, അതിനകത്ത് നമുക്കൊരു മാസ്ക് കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ലോഡിങ് ആവുന്നുണ്ട് എന്തായാലും ഗൈസ്. ഇതിനകത്ത് അവർ രണ്ടുപേരല്ലാതെ നമ്മുടെ ഗ്രാനിയും ഗ്രാൻഡ്പയും ഉണ്ട് ഗൈസ്. അതാണ് ഗസ്റ്റ് ഞാൻ ഇട്ടേക്കണേ. അപ്പോൾ ഗെയിം എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. നോക്കാം ഗൈസ്. നമുക്ക് ഈ ഏണി വഴി താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല ഗൈസ്. ഇവിടെ വേറെ എന്തെങ്കിലും വഴി ഉണ്ടാവും ഗൈസ്. ഇവിടെ ഒരു ഡോറുണ്ട്. ദ ഡോർ ഈസ് ലോക്ക്ഡ്. ഓക്കെ, നമുക്ക് ആ ഡോർ വഴി ഗൈസ്. ഇവിടെ എന്തോ സാധനം. ഓക്കെ, ക്രൗ ബാറാണ്. ഓ ഗൈസ്, ഇത് വെച്ച് ഇത് ഇളക്കണം എന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. നമ്മളിവിടെ തുറന്നിട്ടുണ്ട്. നമുക്കപ്പോൾ താഴത്തേക്ക് ഇറങ്ങാം ഗൈസ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേരാണ് ദ ട്വിൻസ്. അപ്പോൾ ഗെയിമിൻ്റെ പേര് ഞാൻ വിട്ടുപോയി ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ പറ്റുന്ന പോലെ നമുക്ക് എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ ഗൈസ്. ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തിരുന്നത്. കുറേ നാളെ ഇതിനകത്ത് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും പയ്യെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗ്രാനിയും ഗ്രാൻഡ്പയും ഉണ്ട്, അതുകൂടാതെ ടിൻസും ഉണ്ട് ഗൈസ്. അപ്പോൾ ബോബ് ആൻഡ് ബക്ക് എന്നാണ് ഗൈസ് അവരുടെ പേര്. ഓ ഗൈസ്, നമ്മുടെ ലൈഫ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ആദ്യം വിചാരിച്ചതിനകത്ത് ഡേ 1 ഡേ 2 ഡേ 3 എന്നായിരിക്കും എന്നാണ്. പക്ഷേ ഇത് ലൈഫ് ലൈനാണ് ഗൈസ്. അവർ ഉപദ്രവിക്കുന്ന അത്രയും നമ്മുടെ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മിക്കവാറും അവർ ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം ഇവിടെ സൗണ്ട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് മിക്കവാറും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഈ ഡോർ വർക്ക്. ഓ ഗൈസ്, അപ്പാപ്പൻ ഗൈസ്. ഫസ്റ്റ് ടൈം തന്നെ അപ്പാപ്പനാണ് ഗൈസ് നമ്മൾ കണി കണ്ടേക്കുന്നത്. അപ്പാപ്പൻ ആ റൂമിലുണ്ടായിരുന്നു. ഇപ്പം എന്നെ അടിച്ച് തവിട് പിടിയാക്കാൻ ഗൈസ്. അപ്പാപ്പൻ വരുന്നുണ്ട് ഗൈസ്. അപ്പാപ്പൻ വരുന്നുണ്ട്. ഓ, അപ്പാപ്പൻ്റെ വേറെ ഒരുത്തനും കൂടി ഉണ്ട് ഗൈസ്. ഇത് ആ ഇരട്ടകളിൽ ഒരുത്തനാണ്. ഇവൻ ബോബാണോ ബക്കാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, 2 പേര് താഴത്തോടെ വരുന്നുണ്ട് ഗൈസ്. ഇനി ഗ്രാനിയും ഉണ്ട്, പിന്നെ മറ്റവനും ഉണ്ട്, അവൻ്റെ സഹോദരനും കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ അവരെവിടെയാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഓക്കെ ഗൈസ്, ഇത് കിച്ചനാണ്. നമുക്കിവിടെ നിന്നൊരു ഡൈനാമിറ്റിക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ കളിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് വെച്ച് എനിക്ക് തോന്നുന്നു മിക്കവാറും അപ്പാപ്പനെയൊക്കെ നമുക്ക് പണിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓ ഗൈസ്, അവർ ഈ വാതൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കണം ഗൈസ്. കാരണം ഒരാളല്ല 4 പേരുണ്ട് ഗൈസ് ഇതിനകത്ത്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കണം ഗൈസ്. അപ്പോൾ നമ്മളിതിൽ കണ്ടുപിടിക്കേണ്ടത് ഗൈസ് ഒരു ഡയമണ്ട് കണ്ടുപിടിക്കണം, പിന്നെ മൊണാലിസയുടെ ഒരു പെയിൻറ്റിങ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾഡ് കോയിൻ ഉണ്ട് ഗൈസ്. ഓക്കെ, ഇതെന്താണ് ഗൈസ്? ഒരു ഡോർ ഹാൻഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇവിടെയൊക്കെ എന്തായാലും ഫുള്ളും സെർച്ച് ചെയ്ത് നോക്കണം ഗൈസ്. പിന്നെ ഒരു മാസ്കിൻ്റെ കാര്യം പറയുന്നുണ്ടായി ഗൈസ്. അപ്പോൾ അതെന്താണ് ആ മാസ്കിൻ്റെ കാര്യം എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെന്തായാലും നോക്കണം. മാസ്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഗൈസ്. നമുക്ക് ഇവിടെ ഫുള്ളും സെർച്ച് ചെയ്യാം. ഇവിടെ നിന്നൊന്നും വേറെ ഒന്നും എടുക്കാനില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഓക്കെ, അപ്പോൾ ഞാനെന്തായാലും ഇങ്ങോട്ട് പയ്യെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പാപ്പനൊക്കെ എവിടെയാണെന്ന് അറിയില്ല ഗൈസ്. ഗ്രാനിയും ഉണ്ട്, അപ്പാപ്പനും ഉണ്ട്, ട്വിൻസും ഉണ്ട് ഗൈസ്. ഓക്കെ, എവിടെയാണ് ഗൈസ്? ഇവിടെ ഒന്നും ആരെയും കാണാനില്ല ഗൈസ്. അപ്പാപ്പനൊക്കെ എവിടെയാണ് ഗൈസ്? ഇവിടെ വാതിൽ തുറന്ന് നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് കുളിമുറിയാണ് ഗൈസ്, ബാത്റൂമൊക്കെയാണ്. നമുക്ക് മേളിലേക്ക് വയ്യ ഒന്ന് കയറി വെക്കാം. ഇവിടെ എല്ലായിടത്തും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പാപ്പനാരെങ്കിലും ഇല്ല ഗൈസ്, ഇവിടെ ആരെയും കാണാനില്ല. നമുക്ക് ഫുൾ സെർച്ച് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നും ഒരു തേങ്ങാക്കൊലയില്ല ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ട്. ഓക്കെ ഗൈസ്, ഒരു ഗ്രീൻ കീ ഗൈസ്. ഈ ഗ്രീൻ കീ എന്തിനായിരിക്കും ഗൈസ്? എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ഇവിടെ പിന്നെ എന്തൊരു കോഡ് അടിക്കാനുണ്ട് ഗൈസ്. ഇവിടെ എന്നിട്ടാണ് ഐ നീഡ് എ സ്വിച്ച് ബോർഡ് കീ ഗൈസ്. നമുക്ക് ഓ ഗൈസ്, അപ്പാപ്പൻ ഗൈസ്. നമുക്കൊരു സ്വിച്ച് ബോർഡ് കീ വേണം, പിന്നെ അവിടെ എന്തൊരു കോഡ് അടിക്കാനുണ്ട് ഗൈസ്. എന്തൊരു പാറ്റേൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊരു ലോക്കാണ് അവിടെ. അത് നമുക്ക് തുറക്കണം ഗൈസ്. അതിന് നമുക്ക് ആ ലോക്കിൻ്റെ നമ്പർ കണ്ടുപിടിക്കണം. അതിവിടെ എല്ലായിടത്തൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓ ഗൈസ്, അപ്പാപ്പൻ കിടന്ന് ഉറങ്ങുവാണ്. അപ്പാപ്പൻ്റെ റൂമാന്ന് തോന്നുന്നത്. അപ്പാപ്പനവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഗൈസ്. ഗ്രാനിയൊക്കെ മിക്കവാറും ഇവിടെ എല്ലായിടത്തൊക്കെ ഉണ്ടാവും ഗൈസ്. ഇവിടെ എന്താണ് സംഭവം?
ഓക്കെ, ഐ നീഡ് എ സ്ക്രൂ ഡ്രൈവർ ഗൈസ്. നമുക്കൊരു സ്ക്രൂ ഡ്രൈവറും വേണം ഗൈസ്. ഓക്കെ, നമുക്ക് ആ നമ്പർ കണ്ടുപിടിക്കണം. ആ നമ്പർ എവിടെ ഉണ്ടാവാമെന്ന് എനിക്കറിയില്ല. ദ ഡോർ ഹാസ് ആൻ ഇലക്ട്രിക് ലോക്ക് ഗൈസ്. ആ ഡോർ ഇലക്ട്രിക് ലോക്കാന്നാണ് പറയുന്നത്. ഇതെന്താണ് ഗൈസ്? റാറ്റ് പോയിസൺ. അതെന്തിനായിരിക്കും ഗൈസ് റാറ്റ് പോയിസൺ? അറിയില്ല കേട്ടാ. നമുക്കെന്തായാലും നോക്കണം. ഓക്കെ ഗൈസ്, നമ്മുടെ ഇപ്പോൾ ഒരു ഗൈസ് നമ്മൾ പണി പാളി ഗൈസ്. ഞാൻ ആ ബോംബ് അവിടെ ഡ്രോപ്പ് ചെയ്തു ഗൈസ്. ആ ബോംബ് അവിടെ ഡ്രോപ്പ് ചെയ്തു. അത് എറിഞ്ഞിടാറുണ്ട് കണ്ട് വേണ്ടേന്ന് തോന്നുന്നു. ഞാൻ ആ സാധനം അവിടെ ഡ്രോപ്പ് ചെയ്ത് ഗൈസ്. ആരോ വരുന്നുണ്ട് ഗൈസ്. ഇവൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഗൈസ്. അപ്പാപ്പനോട് എണിച്ച് പോയിട്ടുണ്ട് ഗൈസ്. അപ്പാപ്പൻ അവിടെ പോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനെന്ത് പണി പാളി ഗൈസ്. അപ്പാപ്പൻ നമ്മൾ കണ്ടിരുന്ന് അടാ പെട്ട്. വെൽക്കം ബാക്ക്. കുറേ നാളായി ഗൈസ് അപ്പാപ്പനൊന്ന് കണ്ടിട്ട്. അപ്പാപ്പൻ്റെ അടി കൊണ്ടിട്ടും കുറേ നാളായി. അപ്പാപ്പൻ നമ്മുടെ ലൈഫ് പകുതി കളഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് എങ്ങനെയും ഇവിടെ നിന്ന് ആ 3 സാധനങ്ങൾ നമുക്ക് എടുത്തുകൊണ്ട് രക്ഷപ്പെടണം ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ രക്ഷപ്പെടാം, പക്ഷേ നമുക്ക് ആ 3 സാധനം വേണം. അതെടുക്കാൻ നമുക്ക് ചെല്ലാൻ പറ്റില്ല ഗൈസ്. ഗവൺമെൻറ് വെച്ചേക്കണ ഒരു ടാസ്ക്കാണ് ഗൈസ്. ഇവിടെ ഉള്ള ആ 2 ഇരട്ടകൾ, അവന്മാർ രണ്ടുപേരും കള്ളന്മാരാണ് ഗൈസ്. അവർക്ക് ഈ ഗ്രാൻഡ് പായിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അവർ രണ്ടുപേരും കള്ളന്മാരാണ്. അവരെക്കാളും വലിയ കള്ളനാണ് ഗൈസ് നമ്മൾ. അപ്പോൾ നമ്മൾ ആ 3 സാധനങ്ങൾ ഇവന്മാരുടെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് നമുക്ക് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അവർ പൊറുക്കും എന്നാണ് ഗൈസ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഗ്രാനി വരുന്നുണ്ട് ഗൈസ്. ഗ്രാനിയുടെ അടുത്തേക്ക് ഞാൻ ബോംബ് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഗ്രാനി 2 മിനിറ്റത്തേക്ക് പടമായിട്ടുണ്ട് ഗൈസ്. ഗ്രാനിയും പിന്നെ വേറെ ആരണ്ടും പടമായില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും മേളിൽ ഹാൻഡ് ലോക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടുന്ന് വേറൊരു ഡൈനാമിറ്റിക്കും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഡൈനാമിറ്റിക് ഉള്ളത് നല്ലതാണ്. ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ഇതെടുത്ത് എറിഞ്ഞാൽ മതി. ഗൈസ്, ഇവിടെ കുറേ വഴിയുണ്ട് ഗൈസ്. ഇതെന്താണ്? ഐ നീഡ് എ ബട്ടൺ ഗൈസ്. ഇവിടെ എന്തൊരു ബട്ടൺ വേണം. ഇതെന്താണ് ഗൈസ്? ഒരു ബട്ടൺ നമുക്ക് കണ്ടുപിടിക്കാം ഗൈസ്. കുറേ സാധനം നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ വഴികളുണ്ട് ഗൈസ്. ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താണ്? റിവോൾവർ പാർട്ട് ഗൈസ്. ഒരു തോക്കിൻ്റെ പാർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വേറെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഗ്രാനിയൊക്കെ എവിടെ നിന്ന് വരും നമുക്ക് പറയാൻ പറ്റില്ല ഗൈസ്. ഇവിടെ ഒരു റൂമുണ്ട്. ഇതെന്താണ്? ഇവിടെ എന്തോ സാധനം കിടക്കുന്നുണ്ട്. അയൺ ഡിസ്ക് ഗൈസ്. ഈ അയൺ ഡിസ്ക് എന്തിനായിരിക്കും അറിയില്ല കേട്ടോ ഗൈസ്. ഒരു അയൺ ഡിസ്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഹാമർ ഇവിടെ ഇരിപ്പുണ്ട്. ഹാമറിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നോക്കാം എന്തായാലും ഗൈസ്. ഇവിടെ എന്താണ്? ഗൈസ് ഇത് തുറക്കാൻ പറ്റും ഗൈസ്. ഗൈസ്, നമ്മളിത് എവിടെയാണ് ഗൈസ്? ഇവിടെയാണ് നമ്മുടെ ഗണ്ണ് വെക്കണ്ടേ ഗൈസ്. ഇവിടെ ഇനി നമുക്ക് ഗണ്ണിൻ്റെ 2 പാർട്ടും കൂടി കണ്ടുപിടിക്കാനുണ്ട്. ആ 2 പാർട്ടും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്. ഇതെന്താണ് ഗൈസ്? അതിൽ വാട്ടർ നിറച്ചാലാണ് നമുക്ക് ആ സാധനം കിട്ടത്തുള്ളൂ ഗൈസ്. വേറൊരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ ഒരു ലേസർ വെച്ചിട്ടുണ്ട്. ഈ ലേസറിൽ മിക്കവാറും നമ്മൾ മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമ്മൾ ഇവിടെ എന്തൊരു കോഡുണ്ട് ഗൈസ്. അവിടെ ഒരു 21 ഒരു കോഡുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മൾ മേളിൽ കണ്ട ലോക്കർ തുറക്കാനായിരിക്കും ആ കോഡ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതും കൂടി ഇട്ട് ആരെയൊക്കെ വിളിച്ച് വരുത്തിട്ട് ഗൈസ്. അവന്മാർക്ക് ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരാൾ വരുന്നുണ്ട്. യെസ് ഗൈസ്, അവൻ പടായി. അവൻ്റെ പേരെന്താണ് ഗൈസ്? ബക്ക് എന്നാണ് ഗൈസ് അവൻ്റെ പേര്. അപ്പോൾ അവനാണ് ബക്ക്. മറ്റേ തടിയുള്ളവൻ മറ്റേ ചങ്ങായാണ്. അവൻ്റെ പേരെന്നിട്ടായിരുന്നു? ബക്ക് ആൻഡ് ബോബ് എന്നല്ലേ? ആ തടിയുള്ളവൻ ബോബാണ് ഗൈസ്. ഇവിടുന്ന് വേറൊരു ഡൈനാമിറ്റിക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവൻ്റെ കെണിയിൽ തന്നെ വീണ് ഗൈസ്. അപ്പോൾ ഞാനെന്തായാലും ഇവിടെ നിന്ന് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ. നമുക്ക് ഫുൾ സെർച്ച് ചെയ്യണം ഗൈസ്. ഫുൾ സെർച്ച് ചെയ്യണം. ഇതൊക്കെ ലോക്ക്ഡാണ്. എന്തായാലും ഫുൾ സെർച്ച് ചെയ്തേ പറ്റൂ ഗൈസ്. നമുക്കൊരു സ്വിച്ച് കണ്ടുപിടിക്കാനുണ്ട്. അവിടെ കൊണ്ടുവന്ന് വയ്ക്കാനൊരു സ്വിച്ച് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വേറെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. സ്ക്രൂ ഡ്രൈവർ കണ്ടുപിടിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് ഗൈസ്. കുറേ വഴികളുണ്ട് ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ട് ഗൈസ്. ഇതെന്താണ്? ഇവിടെ ഒരു നീലക്കുപ്പി എടുക്കുന്നുണ്ടല്ലോ. ഇതെന്താണ്? ബോട്ടിൽ ഓഫ്. അതെന്തിട്ടാണ് ഗൈസ്? അത് നമുക്ക് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നണേ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാം ഗൈസ്. പിന്നെ ഇവിടെ കുറേ ആമോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഒരു ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി ഒളിച്ചിരിക്കാൻ പറ്റും. ആരോ വരുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒളിച്ചിരുന്നത്. സൗണ്ട് കേൾക്കാനുണ്ട്. മറ്റേ മ്യൂസിക് കേൾക്കാനുണ്ട് ഗൈസ്. ആരോ വരുന്നുണ്ട്. ആരാന്നറിയില്ല.
ഗൈസ് ആരെയും കാണാനില്ല. ആരും എന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗൈസ് ഞാനിവിടെ കയറി ഒളിച്ചത്. അപ്പോൾ ഗൈസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഗൈസ് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഗൈസ് പണിപ്പാളി കൊല്ലരുത് പ്ലീസ്. ഗൈസ് ഇതാരാണ്? ഇത് എനിക്ക് തോന്നുന്നു ഇത് മറ്റവനാ, ബോബാന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ് അവൻ്റെ മതിയായൊരു ചുറ്റികയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ബോബാണ് ഗൈസ്, ബോബിൻ്റെ കയ്യിലാണ് ചുറ്റിക ഉള്ളത്. ബോബ് നമ്മളെ കണ്ടായിരുന്നു ഗൈസ്. ബോബായിരുന്നപ്പോൾ നമ്മൾ ആദ്യം കണ്ടതെന്ന് തോന്നുന്നു ഗൈസ്. ബോബ് പയ്യെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് പയ്യെ അങ്ങോട്ടേക്ക് ഇറങ്ങാം. ഓക്കെ ഗൈസ് ബോബ് നമ്മൾ കണ്ടിടായി. കണ്ട് ഗൈസ്. ഒയ്യോ ഗ്രാനിയും വന്ന് ബോബും വന്ന് പണിപ്പാളി ഗൈസ്. പണിപ്പാലും വെള്ളത്തിൽ കിട്ടിയതാണ് എനിക്ക് തോന്നണേ. നമുക്ക് ഡൈനാമിറ്റിക്ക് വെച്ചിട്ട് നമുക്ക് എറിഞ്ഞ് അവരെ കൊല്ലാം ഗൈസ്. ഓക്കെ നമുക്കും കൂടെ മാറിക്കാം ഗൈസ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫും പോവും. യെസ് ഗൈസ്. ഓക്കെ രണ്ടുപേരും പാടായിട്ടുണ്ട്. നമ്മുടെ ബോബും അതുപോലെ തന്നെ ഗ്രാനിയും പാടായിട്ടുണ്ട് ഗൈസ്. ഇതെന്തിട്ടാണ് ഗൈസ്? കംപ്രസ്ഡ് ഗ്യാസ്. അതെന്തിനായിരിക്കും ഗൈസ്? എനിക്കറിയില്ല കേട്ടോ, അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ എന്തിട്ടാണ് ഗൈസ് കളി? അറിയില്ല ഗൈസ്. ഈ വഴിയാണ് ഗൈസ് നമുക്ക് എസ്കേപ്പ് ആവേണ്ടത്. അതിനിടെ റെഡ് കീ. പിന്നെ ഇവിടെ എന്തിട്ടാണ്? അതിനിടെ സംതിങ് ഹെവി ഗൈസ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവുമോ? യെസ് ഗൈസ്. അപ്പോൾ അതായിരുന്നു സാധനം ഗൈസ്. ഹെവി എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഒരു അയണിൻ്റെ ഒരു സാധനം. അത് നമ്മളവിടെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇതെന്ത് പ്രാണിയാണിത് ഗൈസ്? എന്തോ പ്രാണിയുടെ വടക്കം ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ട്? ഇല്ല ഗൈസ്. നമുക്കിനി ഒരു റെഡ് കീ കണ്ടുപിടിക്കണം. റെഡ് കീ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വാതിൽ തുറക്കാൻ പറ്റും. വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല ഗൈസ്. കാരണം നമുക്ക് 3 സാധനം, വിലപിടിപ്പുള്ള 3 സാധനം നമുക്ക് കണ്ടുപിടിക്കണം. ഒന്ന് ഗോൾഡ് കോയിൻ, ഡയമണ്ട്, പിന്നെ മൊണാലിസയുടെ പെയിൻറ്റിങ്. ഇത് 3 നമുക്ക് കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ നമുക്ക് റിവോൾവിൻ്റെ ഒരു പാർട്ടും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇതുവരെ ആ മാസ്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ മാസ്ക് എവിടെയാണെന്ന് ഒരു പിടിയില്ല ഗൈസ്. ഇത് നമുക്ക് തുറക്കാൻ പറ്റും. യെസ് ഗൈസ് ഇത് തുറക്കാൻ പറ്റി. ഇവിടെ എങ്ങനെയാണ് കളി? ഇതെന്തിട്ടാണ് ഗൈസ്? ഇതെന്താണ് ചെയ്യേണ്ടത്? ഓക്കെ നമുക്ക് പ്രത്യേകം കിടക്കണം. ഇതൊരു പസിൽ പോലെയാണ് ഗൈസ്. നമുക്ക് ആ ഒരു സാധനം പൊങ്ങി വരുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിനകത്തേക്ക് കയറണം. അങ്ങനത്തെ ഒരു കളിയാണെന്ന് തോന്നുന്നു. ഇതെനിക്ക് തോന്നുന്നു താഴെ പോയിട്ട് മിക്കവാറും എന്തെങ്കിലും എടുക്കാനുണ്ടാവും. ഇതിൻ്റെ മേളിൽ നിന്നൊക്കെ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും നമ്മുടെ ലൈഫ് കുറയും ഗൈസ്. നമ്മൾ പടാവാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് വേണം കളിക്കാൻ. ഓക്കെ താഴേന്നൊരു സാധനം കയറി വരുന്നുണ്ട്. നമുക്ക് പയ്യെ വേണം ഗൈസ് ഇതിനകത്ത് കളിക്കാൻ, അല്ലെങ്കിൽ പണി പാളും. ഓക്കെ ഇപ്പുറത്തേക്ക് നമുക്ക് കിടക്കാം ഗൈസ്. ഓക്കെ ഗൈസ് എന്താ സാധനം വരുന്നുണ്ടല്ലോ. ഇത് മറ്റേ പ്രാണിയല്ല ഗൈസ്. ഇത് മറ്റേ നമ്മൾ അവിടെ ഒരു ഫോട്ടോ കണ്ടില്ലായിരുന്നു ഗൈസ്. ആ ഫോട്ടോയിലുള്ളൊരു പ്രാണിയാണിത്. അയ്യോ ഇല്ല ഗൈസ്, ഞാൻ ഡ്രോപ്പാണ് ത്രോ ചെയ്തില്ല. ഓക്കെ നമുക്കിത് എന്തായാലും അങ്ങോട്ട് എറിയാം ഗൈസ്. ദൂരത്തോട്ട് എറിയാം. യെസ്. ഗൈസ് അത് ദൂരത്തോട്ട് പോയില്ല. കോപ്പ്. ഗൈസ് പണിപ്പാളി ഗൈസ്. ആ പ്രാണിയും ചത്തു, നമ്മളും ചത്തു ഗൈസ്. നമ്മുടെ ലൈഫും കുറഞ്ഞു. ദൂരത്തോട്ട് കണ്ടായിരുന്നു അത് എറിയേണ്ടിയിരുന്നത്. വിഷയമില്ല ഗൈസ്. ആ പ്രാണി ചത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും അത് ബോധം പോയിട്ടുണ്ടാവുള്ളൂ. ഈ ഗ്രാനിനെ പോലെയൊക്കെ തന്നെ ആയിരിക്കും. 2 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എണീക്കുമായിരിക്കും ഗൈസ്. എനിക്കറിയില്ല. നമുക്ക് എന്തായാലും പോകണം. മിക്കവാറും അടിയിൽ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു പ്രാണി വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് നോക്കണം ഗൈസ്. താഴ്ചയാണ് നമ്മുടെ ബക്ക് നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എന്താണ്? ഗൈസ് സിലിണ്ടറിൻ്റെ മാസ്ക് ഗൈസ്. നമുക്ക് സിലിണ്ടറിൻ്റെ ഒരു മാസ്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മളിനി ആരും പിടിക്കില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഇല്ല ഗൈസ് നമ്മുടെ ബക്കിന് നമ്മൾ മനസ്സിലായിട്ടില്ല. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി വെക്കുന്ന കളി നമുക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ ഗൈസ് നമ്മളോട് ഈ മാസ്ക് കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായേ. സിലിണ്ടറിൻ്റെ മാസ്ക് ആണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. നമ്മളെ ആരും മനസ്സിലാവുന്നില്ല ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അതെന്തായാലും കൊള്ളാം. ബക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പാപ്പനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, ബട്ട് അപ്പാപ്പനൊന്നും നമ്മൾ മനസ്സിലായിട്ടില്ല ഗൈസ്. അപ്പാപ്പനൊന്നും നമ്മളെ മനസ്സിലായിട്ട് പോലും ഇല്ല. യെസ് ഗൈസ് അപ്പോൾ ഇതെന്തായാലും കൊള്ളാം. പക്ഷേ ഈ മാസ്ക് വെച്ചതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല ഗൈസ്. അതാണ് വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ മാസ്ക് ഉള്ളത് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലതാണ്. ആരും നമ്മളെ തിരിച്ചറിയില്ല ഗൈസ്. അതുകൊണ്ടൊരു ഗുണമുണ്ട്. ഇതെന്തിട്ടാണ്? ഓക്കെ ഇത് ഗേറ്റ് തുറന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു തേങ്ങാക്കൊലയില്ല ഗൈസ്.
നമുക്ക് ഇനിയും കുറേ സംഭവങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് ഗൈസ്. നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ആ 3 സംഭവങ്ങൾ കണ്ടുപിടിച്ച് നമുക്ക് എസ്കേപ്പ് ആവണം. നമുക്ക് ഒരു സാധനം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ. ഗൈസ് നമ്മളൊരു അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതെന്താണ് സംഭവം? ഇവിടെ എന്താണ് ഗൈസ് നമ്മൾ ചെയ്യേണ്ടത്? എനിക്കറിയില്ല കേട്ടാ. ഓക്കെ ഗൈസ് ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഇതെന്താണ്? ഐ നീഡ് എ ഹാൻഡ് വീല്. ഓക്കെ ഗൈസ് നമുക്കൊരു ഹാൻഡ് വീലിൻ്റെ ആവശ്യമുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. മിക്കവാറും നമുക്ക് നോക്കാം ഗൈസ്. എന്തെങ്കിലും ചിലപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹാൻഡ് വീല് നമുക്ക് കണ്ടുപിടിക്കണം. അതിനിപ്പോൾ എവിടെ പോയി കണ്ടുപിടിക്കുന്നു എനിക്കൊരു പിടിയില്ല ഗൈസ്. സ്ക്രൂ ഡ്രൈവറൊന്നും കിട്ടിയിട്ടില്ല നമുക്ക്. എന്തായാലും നോക്കാം നമുക്ക്. ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട്? ഇല്ല ഗൈസ് ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഓക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങാം. ഇവിടെ എന്തെങ്കിലും കളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്കെന്തായാലും ഗണ്ണിൻ്റെ റിവോൾവർ പാർട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാർട്ട് കൊണ്ട് നമുക്ക് കിട്ടാനുണ്ട് ഗണ്ണിൻ്റെ. അതും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗണ്ണ് അവിടെ സെറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. നമുക്ക് പയ്യെ മേളിലേക്ക് കയറി പോവാം. എനിക്കിപ്പോൾ ഇനി ഒരു പേടിയില്ല ഗൈസ്. കാരണം നമുക്ക് ഓൾറെഡി മാസ്ക് കിട്ടിയല്ല. മാസ്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ മാസ്ക് ഉള്ളത് എന്തായാലും നമ്മുടെ സുരക്ഷയ്ക്ക് നല്ലതാണ് ഗൈസ്. ഞാൻ എങ്ങോട്ട് പോകുന്നു എനിക്ക് ഒരു പേടിയില്ല ഗൈസ്. കാരണം ഇവിടെ കുറേ വഴികളുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും പയ്യെ താഴത്തേക്കൊന്ന് ഇറങ്ങണം ഗൈസ്. കാരണം എനിക്ക് അടിയിൽ നിന്നൊരു സാധനം എടുക്കാനുണ്ട്. അതെന്തായാലും എടുക്കണം. നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് നമ്മൾ മറ്റേ ഡൈനാമിറ്റിക് എറിഞ്ഞപ്പോൾ ആ പ്രാണിയും ചത്തു, നമ്മളും ചത്തായിരുന്നു ഗൈസ്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് അടിയിൽ നിന്ന് എന്തോ സാധനം എടുക്കാനുണ്ട്. അതെന്തായാലും എടുക്കണം. മാക്സിമം നമുക്ക് എല്ലാം കളക്ട് ചെയ്യണം ഗൈസ്. പയ്യെ ഇറങ്ങണം ഗൈസ്. അല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ നിന്നൊക്കെ ചാടിക്കഴിഞ്ഞാൽ വീണ്ടും ലൈഫ് കുറയുന്നതായിരിക്കും. ഓക്കെ ഞാനിപ്പോൾ എന്തായാലും താഴത്തേക്ക് പോകുന്നുണ്ട്. ഓ ഗൈസ് ഈ പ്രാണി ചത്തു ഗൈസ്. ഇതിനി എണിക്കില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ചത്തു എന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. പക്ഷെ ചെറിയൊരു അനക്കമുണ്ടല്ലോ ഈ പ്രാണിക്ക്. പിടിക്കുമെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഇതെന്താണ് ഗൈസ്? ബട്ടൺ. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ബട്ടൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് ബട്ടൺ വെക്കാനുണ്ടായിരുന്നു. ആ ബട്ടൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മേളിലാണ് താഴെയാണെന്ന് എനിക്കറിയില്ല. ഒരു ബട്ടൺ നമുക്ക് എന്തായാലും വെക്കാനുണ്ടായിരുന്നു. ആ ബട്ടൺ നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മേളിലേക്ക് പോകണം ഗൈസ്. ആ സാധനം വരട്ടെ ഗൈസ്. ഈ പ്രാണി ചത്തതാണെന്നാണ് എനിക്ക് തോന്നണത്. ഓക്കെ നമുക്ക് എന്തായാലും മേളിലേക്ക് പോകാം. ഓക്കെ മേളിലേക്ക് ഞാൻ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എപ്പോൾ വേണമെങ്കിലും ഗ്രാൻഡ് പാ എല്ലാവരും ഒക്കെ ഒന്നിച്ച് വരാൻ ചാൻസ് ഉണ്ട്. താഴത്തേക്ക് ഇറങ്ങി വരില്ല എന്ന് എനിക്ക് തോന്നണേ. ഓക്കെ അങ്ങോട്ട് പോ. ഓക്കെ ഗൈസ് നമുക്കങ്ങനെ ആ ബട്ടൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാനിതിൻ്റെ മേളിൽ കയറണമല്ലോ. ഇതെങ്ങനെ കയറും ഗൈസ്? ചാടിയാൽ മതി. യെസ് ഗൈസ് ജമ്പ് ചെയ്ത് കയറിയിട്ടുണ്ട് ഞാൻ എന്തായാലും. ഓക്കെ മേളിലേക്ക് കയറ്. അയ്യോ പണിപാളി. ആ ഗൈസ് നമ്മുടെ ലൈഫ് വീണ്ടും കുറഞ്ഞ് ഗൈസ്. നമ്മൾ വീണ്ടും പടായി ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നണു നമ്മളപ്പോൾ എങ്ങനെയാണ് ഗൈസ് അതിൻ്റെ മേളിലേക്ക് കയറുക? ജമ്പ് ചെയ്താൽ മതി. ജമ്പ് ചെയ്തപ്പോൾ താഴത്തേക്കാണ് ഗൈസ് പോയത്. അപ്പോൾ നമ്മുടെ ക്രൗ ബാർ അവിടെ ചാടി പോയിട്ടുണ്ട്. നമുക്ക് നേരെ മാസ്ക് വെക്കാം ഗൈസ്. ഈ ബട്ടൺ ഞാൻ എന്തായാലും അവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ. അല്ലാതെ ഒരു കളി നടക്കില്ല ഗൈസ്. നമുക്ക് ഇനിയും കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. എന്തായാലും ഇത് നല്ല കാര്യമാണ് ഗൈസ്. കാരണം നമുക്ക് ഒരു സമയം 3 സാധനങ്ങൾ കൊണ്ടു നടക്കാം. ഗ്രാനിയുടെ പോലെ അല്ല. എന്തായാലും ഈ ബട്ടൺ എവിടെയാണ് ഗൈസ് വെക്കണത്? ബട്ടൺ താഴെയാണെന്ന് എനിക്ക് തോന്നുന്നു. താഴെയാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ താഴെ നമുക്ക് എന്തായാലും ഈ ബട്ടൺ കൊണ്ടുവച്ച് നോക്കാം. എന്ത് സംഭവിക്കുന്ന അറിയില്ല. എന്തായാലും ബട്ടൺ എവിടെയാണ് ഗൈസ് വെക്കുന്നത്? ഇവിടെ കണ്ടാണ്. ഇവിടെ എവിടെയാണ് ഗൈസ് ബട്ടൺ വെക്കുന്നത്? ഇത് എവിടെയാ ബട്ടൺ വെക്കണേ? എടാ ഈ സ്വിച്ച് അവിടെ വെക്കും ഗൈസ് അറിയില്ല കേട്ടോ. ഈ സ്വിച്ച് അവിടെ വെക്കുന്ന ഒരു പിടിയില്ല. ഓ ഗ്രാനി അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. എടാ ഈ സ്വിച്ച് എവിടെയാണ് വെക്കണ്ടേ ഗൈസ്? ഈ സ്വിച്ച് എവിടെ വെക്കും? ഓ ഗൈസ് ഇവിടെയാണ് വെക്കണ്ടേ. ഓക്കെ ആ സ്വിച്ച് ഞാൻ എന്തായാലും അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. മാസ്ക് എടുത്ത് വെക്കട്ടെ അല്ലെങ്കിൽ പണി പാളും ഗൈസ്. ഓക്കെ എന്താണ് സംഭവിക്കുന്നത്? ഓ ഇതെന്താണ് ഗൈസ്? നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറണം. ഓക്കെ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ ഇവിടെ വേറൊരു വഴിയുണ്ട് ഗൈസ്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇതെന്താണ് ഗൈസ്? ഐ നീഡ് എ കോഗ് വീല്. ഓ ഗൈസ് നമുക്കൊരു കോഗ് വീല് കണ്ടുപിടിക്കണം ഗൈസ്. കോഗ് വീല് ഇവിടെ കണ്ട് കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ എന്തോ സാധനം നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഒരു കോഗ് വീല് നമുക്ക് കണ്ടുപിടിക്കണം. ഓ ഗൈസ് ഗ്രാനി. ഗൈസ് ഇതെന്താണ്? ഗ്രാനിയുടെ തലയുടെ മേടിയുടെ ലവ് ചിഹ്നം ഗൈസ്. ഗ്രാനിക്ക് നമ്മളെ കണ്ടിട്ട് ക്രഷ് അടിച്ചു എന്ന് തോന്നുന്നു ഗൈസ്.
ഗ്രാനി ഞാൻ അത്രക്കാരനാകിയേ ഗൈസ്. ഗ്രാനിക്ക് നമ്മളെ കണ്ടിട്ട് ക്രഷ് അടിച്ച്. ഇതെന്താണ് ഗൈസ് സംഭവം? വേറെ ആർക്കും നമ്മളോട് ക്രഷ് തോന്നിയില്ല ഗൈസ്, ഗ്രാനിക്ക് നമ്മളോട് ക്രഷ് തോന്നി. ഓക്കെ, നമുക്ക് ഇവിടെ എന്തായാലും ഒരു ഡോർ ഹാൻഡിലും കൂടി വെക്കാനുണ്ട്. അതിനിടെ ഡോർ ഹാൻഡിൽ നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ കുറേ വഴികളുള്ളതുകൊണ്ട് നമുക്കൊരു തേങ്ങാക്കോലയും പിടി കിട്ടുന്നില്ല ഗൈസ്. നമ്മളിനി എവിടെ നിന്ന് സ്ക്രൂ ഡ്രൈവറൊക്കെ കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഒരു പിടിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, എവിടുന്നേലൊക്കെ കിട്ടാതിരിക്കില്ല ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ വന്നതല്ല ഗൈസ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ. ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ? യെസ് ഗൈസ്, നമ്മളിവിടെ വന്നതാണ്. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഒരു റാറ്റ് പോയിസൺ ഇരിപ്പുണ്ട്, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഈ റാറ്റ് പോയിസൺ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എനിക്കറിയില്ല ഗൈസ്. ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒരു തേങ്ങാക്കൊലയില്ല. ഓക്കെ ഓക്കെ ഗൈസ്, ഇപ്പുറത്തെ റൂം തുറക്കണമെങ്കിൽ എന്തൊരു ഇലക്ട്രിക്കിൻ്റെ സംഭവം ഉണ്ട്. ഓ ഗൈസ്, അപ്പാപ്പൻ എന്താണ് ഗൈസ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പാപ്പന് നമ്മളെ ക്രഷ് അടിച്ചാ? ഇതിൻ്റെ ഉള്ളിൽ ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വന്നാണ്. ഇവിടെ ഗ്രീൻ കീ ആണുള്ളത്. ഈ ഗ്രീൻ കീ വെച്ചിട്ട് എന്താണ് കളിയെന്ന് എനിക്കറിയില്ല. നമുക്കൊരു റെഡ് കീ കണ്ടുപിടിക്കാനുണ്ട്, അതെനിക്കറിയാം ഗൈസ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവിടെ ഒരു എസ്കേപ്പ് ആയിരിക്കില്ല ഗൈസ്. ഇവിടെ 3-4 എസ്കേപ്പ് എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും അതിന് വേണ്ടിയിട്ടായിരിക്കും ഗ്രീൻ കീ ഒക്കെ വെച്ചാണ് ഗൈസ്. ഇതെന്താണ് ഗൈസ്? ഇവിടെ എന്തോ ഒരു സാധനം കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഇതെന്തോ പാറ്റേൺ ആണെന്നാണ് എനിക്ക് തോന്നണേ, പക്ഷേ ആ പാറ്റേൺ എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്കെന്തായാലും താഴത്തേക്ക് പോവാം. ഇവിടെയും കൂടി ഒന്ന് നോക്കട്ടെ ഗൈസ്. ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഒരു ഡോറുണ്ട്. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ കോഡ് അടിക്കാനുള്ള ആ സംഭവം. എത്രയായിരുന്നു? 2-1 അല്ലേ? 2-1 വീണ്ടും 2-1. യെസ് ഗൈസ്, അത് ഓപ്പണായി. ഇതെന്താണ് ഗൈസ്? പമ്പ് ഹാൻഡിൽ ഗൈസ്. പമ്പ് ഹാൻഡിൽ എവിടെ വെക്കേണ്ടതെന്ന് എനിക്കറിയാം ഗൈസ്. നമ്മളത് കണ്ടായിരുന്നു. നമ്മൾ ആ താഴെ സ്റ്റെപ്പിൻ്റെ അവിടെ ആയിട്ടാണ് നമുക്ക് പമ്പ് ഹാൻഡിൽ വെക്കാനുള്ളത്. അപ്പോൾ അതെന്തായാലും അവിടെ കൊണ്ടുവന്ന് വെക്കാം ഗൈസ്. അപ്പോൾ ഒരു സാധനം നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഓ ഗ്രാനിക്ക് വീണ്ടും ക്രഷ് ഉണ്ട്. ഈയടി ഇത് എന്ത് തേങ്ങയുടെ ഈ ഗ്രാനിക്ക് നമ്മളോട് എന്തിനാണ് ഇങ്ങനെ ക്രഷ്? വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഗൈസ്. ഇവിടെ അല്ലേ? യെസ് ഗൈസ്, ഇവിടെയാണ് നമുക്ക് ആ പമ്പ് ഹാൻഡിൽ വെക്കാനുള്ളത്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതെന്താണ്? ഹോൾഡ്. ഓക്കെ, ഇതെന്താണ് സംഭവിക്കുന്നത്? ഗൈസ് ഇതെന്താണ്? ഓ ഗൈസ്, ഇതെന്താണ്? സ്വിച്ച് ബോർഡ് കീ. ലെറ്റ്സ് ഗോ ഗൈസ്. ഓ ഗൈസ്, ഗ്രാനി കണ്ട് ഗൈസ്. ഗ്രാനിക്ക് നമ്മൾ മനസ്സിലായി ഗൈസ്. പണിപ്പാളി ഗൈസ്. നമുക്കൊരു സ്വിച്ച് ബോർഡ് കീ ഇട്ടിട്ടുണ്ട് ഗൈസ്. സ്വിച്ച് ബോർഡ് കീ നമുക്ക് എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഓക്കെ ഗൈസ്, ഗ്രാനിക്ക് നമ്മൾ മനസ്സിലായിട്ടില്ല ഗൈസ്. സ്വിച്ച് ബോർഡ് കീ നമ്മുടെ മേളിലാണ് യൂസ് ചെയ്യേണ്ടത്. മേളിൽ നമ്മൾ ആ കോഡ് അടിച്ച സ്ഥലത്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് മേളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ കണ്ടായിരുന്നു. അല്ല ഗൈസ്, മേളിലേക്ക് ഒന്നുകൂടി കയറണമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഗൈസ്, അത് എവിടെയിട്ടായിരുന്നു ഗൈസ് റൂം? എവിടെ ഗൈസ്? റൂം കാണാനില്ല. റൂം എവിടെ? യെസ് ഗൈസ്, ഇതാണ് റൂം. ഓക്കെ, ഇവിടെയാണ് നമുക്ക് വെക്കേണ്ടത് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, ഇത് ലിവർ താത്തണം ഗൈസ്. എന്താണ് ഈ സംഭവിച്ചത്? എന്തോ ഒരു സൗണ്ട് ഞാൻ കേട്ട്. എന്താണ് സംഭവിച്ചത്? ഓ ഗൈസ്, ഡയമണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. യെസ്, നമുക്ക് അങ്ങനെ നമ്മുടെ ലിസ്റ്റിലുള്ള ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് കിട്ടി. ഡയമണ്ട് കിട്ടി. ഇനി മൊണാലിസയുടെ പെയിൻറ്റിങ്, അതുപോലെ തന്നെ ഒരു ഗോൾഡ് കോയിനാണ് ഗൈസ് നമുക്ക് കിട്ടാനുള്ളത്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും കൊള്ളാം ഗൈസ്. ഒരു സാധനം നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് പക്ഷേ റെഡ് കീ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനി റെഡ് കീ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. അത് നമുക്ക് സെറ്റാക്കണം ഗൈസ്. ബോബ് ചത്ത് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഗ്രാനിയുടെ കെണിയിൽ വീണതാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവന്മാർ മണ്ടന്മാരാണെന്നാണ് എനിക്ക് തോന്നണത്. ഓക്കെ, നമുക്കെന്തായാലും സുവറിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെ എന്തായിരുന്നു ഗൈസ് കളി? ഗൈസ്, നമുക്കൊരു ഇലക്ട്രിക്കിൻ്റെ സംഭവം കണ്ടുപിടിക്കാനുണ്ട്. ഇവിടെ മറ്റേ ഹാൻഡ് വീലാണ് വെക്കേണ്ടത്, പക്ഷെ ആ ഹാൻഡ് വീൽ നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. നമുക്കെന്തായാലും പയ്യെ നേരെ മേളിലേക്ക് ഇറങ്ങാം ഗൈസ്. നമുക്ക് ഇനിയും കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്.
അതെന്തായാലും കണ്ടുപിടിക്കണം. നമുക്ക് മെയിനായിട്ട് റെഡ് കീ വേണം ഗൈസ്. നമുക്കിപ്പോൾ 3 വാല്യബിൾ ആയിട്ടുള്ള സാധനം കിട്ടിയാൽ പോലും നമുക്ക് ആ റെഡ് കീ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഡോർ തുറന്ന് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഗൈസ് നമുക്കിനി എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്? നമുക്കിനി ഗോൾഡ് കോയിൻ കണ്ടുപിടിക്കാനുണ്ട്. ഓ ഗൈസ്, ഇവിടെ നമുക്ക് ക്രൗ ബാർ വെച്ച് തുറക്കാൻ പറ്റും. യെസ് ഗൈസ്, ഞാൻ ക്രൗ ബാർ വെച്ച് തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഗൈസ്? ഇതിനുള്ളിൽ പ്രത്യേകിച്ച് ഒരു തേങ്ങാക്കോലില്ല. ഇവിടെ എന്തൊരു ഇതുണ്ട്. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. ഇവിടെ ഗൈസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കട്ടെ ഞാൻ. ഗൈസ് ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്. ഒന്നാമത് ഈ മാസ്കാണ്. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. മാസ്ക് ഒന്ന് മാറ്റി നോക്കട്ടെ ഞാൻ. ഗൈസ് മാസ്ക് മാറ്റിയപ്പോഴും എനിക്ക് ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്. ഇവിടെ ഒരു കോണിപ്പടി മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും മാസ്ക് വയ്ക്കട്ടെ, അല്ലെങ്കിൽ പണിയാണ്. ഗൈസ് നമുക്ക് ഈ പ്ലാങ്ക് എടുത്താലോ ഗൈസ്? ഗൈസ് നമുക്ക് ഈ പ്ലാങ്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്ലാങ്ക് വെച്ചിട്ട് മിക്കവാറും എന്തെങ്കിലും കളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും എന്തൊക്കെ നമുക്കിനി എടുക്കാനുണ്ട് ഗൈസ്? ഇനി കുറേ സാധനങ്ങൾ എടുക്കാനുണ്ട്. മൊണാലിസയുടെ പെയിൻറ്റിങ്, ഗോൾഡ് കോയിന്. ഓ ഗൈസ്, ഗ്രാനി വരുന്നുണ്ട്. ഗ്രാനിക്ക് പക്ഷെ നമ്മളെ മനസ്സിലായിട്ടില്ല, അത് വേറെ കാര്യമാണ്. നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാനുണ്ട്. ഓ ഗൈസ്, നമുക്ക് കോഗ് വീൽ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വയ്ക്കാം ഗൈസ്. അന്നേരം നമുക്ക് എന്തെങ്കിലും സാധനം കിട്ടുമോ നോക്കാം. ഓ ഗൈസ്, നമുക്ക് കോഗ് വീൽ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കണം. യെസ് ഗൈസ്, കോഗ് വീൽ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കട്ടെ ഞാൻ. കയറ്. ഓക്കെ ഗൈസ്, ഞാനപ്പോൾ എന്തായാലും കോഗ് വീൽ ഇവിടെ വെക്കുവാണ് ഗൈസ്. കോഗ് വീൽ ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു ഞാൻ പുറത്തേക്ക് ഇറങ്ങണം എന്നാണ് ഗൈസ് തോന്നുന്നത്. കോഗ് വീൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ ഗൈസ്, മാസ്ക് വെക്കട്ടെ, അല്ലെങ്കിൽ പണി വാളും. പുറത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കഥ കഴിയും ഗൈസ്. ഇവിടെ ഒരു ബട്ടൺ നമ്മൾ കണ്ടിട്ടുണ്ടായി. ഓക്കെ, ഈ ബട്ടൺ ഞെക്കിക്ക്. ഓക്കെ ഗൈസ്, എന്താണ് സംഭവിച്ചത്? ഓ ഗൈസ്, ഇതെന്താണ് ഗൈസ്? ഹാൻഡ് വീൽ ഗൈസ്. എനിക്കറിയാം ഗൈസ്, താഴെ നമ്മൾ പോയായിരുന്നു. താഴെ നമ്മൾ സ്യൂറിൽ നമുക്ക് ഹാൻഡ് വീൽ വെക്കാനുണ്ടായിരുന്നു ഗൈസ്. യെസ്, എനിക്കറിയാം ഗൈസ്, നമുക്ക് എന്തെങ്കിലും താഴത്തേക്ക് പോകണം ഗൈസ്. പക്ഷേ താഴത്തേക്ക് പോകണം വഴി ഏതായിരുന്നു ഗൈസ്? ഞാൻ മറന്നു പോയി ഗൈസ്. ഇവിടെ കുറേ വഴിയുള്ളതുകൊണ്ട് കൺഫ്യൂഷനാണ് ഗൈസ്, ഫുൾ കൺഫ്യൂഷനാണ്. അതുകൊണ്ട് താഴത്തേക്ക് പോകണ വഴി ഏതായിരുന്നു? കോപ്പ്, അത് മറന്നുപോയി ഗൈസ്. എവിടെയായിരുന്നു ഗൈസ് ആ വഴി? ഓ ഗൈസ്, വഴി ഞാൻ മറന്നുപോയി. ഇത് കുറേ വഴിയുള്ളതുകൊണ്ട് ഭയങ്കര പാടാണ് ഗൈസ്, നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് ഒരു പിടിയില്ല ഗൈസ്. നോക്കട്ടെ ഗൈസ്. ഗ്രാനി എല്ലാം നടക്കുന്നുണ്ട് ഗൈസ്, പക്ഷെ ആർക്കും നമ്മൾ മനസ്സിലായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കളി എന്ന് പറയണത്. ഓക്കെ ഗൈസ്, ഇവിടെ ഈ ഡോർ തുറക്കണമെങ്കിൽ നമുക്ക് ഒരു ഹാൻഡ് വീലും പോയിട്ട് ഒരു ഡോർ ഹാൻഡിലും കൂടി വേണം ഗൈസ്. അത് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ട്. എന്തായാലും നോക്കട്ടെ ഗൈസ്. എങ്ങനെയും നമുക്ക് നമ്മളെ മാക്സിമം സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് ഗവൺമെൻറ്റിന് കൊണ്ടു കൊടുക്കണം. എന്നാൽ നമ്മുടെ പല കുറ്റങ്ങളും അവർ കണ്ണടയ്ക്കും ഗൈസ്. അതിനു വേണ്ടിയാണ് നമ്മൾ കിടന്ന് ഓടുന്നത്. നമ്മളെക്കാളും വലിയ കള്ളന്മാരാണ് ഗൈസ് ഇവന്മാർ രണ്ടുപേരും. ഇവന്മാർ ഭയങ്കരമാരാണ്. പക്ഷേ ഇവന്മാരും ഈ ഗ്രാനിയും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് എനിക്കറിയില്ല. എന്തായാലും അറിയില്ല ഗൈസ്. അപ്പോൾ അതെന്തായാലും നമുക്ക് സെറ്റ് ചെയ്യണം. നമുക്ക് കുറച്ച് സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. എടാ, ഇത് എന്താ ഇങ്ങനെ കുറേ വഴികളുള്ളതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഞാനിപ്പോൾ നോക്കിയെടുക്കുന്ന മറ്റേ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വഴിയാണ്. പക്ഷേ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വഴി കാണാനില്ല ഗൈസ്. അതിന് ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കുന്നു എനിക്ക് ഒരു പിടിയില്ല ഗൈസ്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ഡോറ് തുറക്കാനുണ്ട് ഗൈസ്. ഒരു ഇലക്ട്രിസിറ്റിയുടെ ഒരു ഡോറ് നമുക്ക് തുറക്കാനുണ്ട്. അതിനി എങ്ങനെ നമ്മൾ തുറക്കുമെന്നും എനിക്കറിയില്ല ഗൈസ്. ഞാൻ ഇവിടെയൊക്കെ വന്നതാണ്, പക്ഷേ ഇവിടെ ഒന്നും വേറെ സാധനങ്ങളൊന്നും എടുക്കാനില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ ഗൈസ്. പിന്നെ ഇത് കണ്ടില്ല, ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് അടിക്കാനുണ്ട്. ഈ പാറ്റേൺ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും ചുമ്മാ ഒന്ന് അടിച്ചു നോക്കാം. എങ്ങാനും ശരിയായാലോ? ഇല്ല ഗൈസ്, ഇത് ശരിയായിട്ടില്ല ഗൈസ്. ഈ പാറ്റേൺ എങ്ങനെ സെറ്റാക്കുമെന്ന് എനിക്കറിയില്ല ഗൈസ്. അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം ഗൈസ്. ഇതൊന്നും അല്ല ഗൈസ്. എന്തായാലും ഇവിടെ വേറെ മാറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ പാറ്റേൺ എവിടെയെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ പാറ്റേൺ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ഗൈസ്. അതാണ് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഗൈസ്. ഈ പാറ്റേൺ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും ഗൈസ്? അതാണ് എനിക്കറിയില്ലാത്തത്. മിക്കവാറും എന്തെങ്കിലും ഒരു പേപ്പറിൽ എഴുതി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവാനാണ് ചാൻസ് കൂടുതൽ.